ഹലോ, ഞങ്ങളിപ്പോൾ ഇന്ന് കാട്ടുമേക്കൽ അമ്പലത്തിൽ വന്നേക്കുവാണ്. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ദുർഗാദേവി ക്ഷേത്രം. ഇതാണ് ഭദ്രകാളി ക്ഷേത്രം. നല്ല താമരയൊക്കെ ഇവിടെ ചെടിച്ചെടികളുണ്ട്. ഇന്ന് പൂവൊന്നുമില്ല, പക്ഷേ ഇല നല്ല രീതിയിൽ. ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണി കിട്ടുന്നതാണിത്. ഈ ആല് നോക്കിയിട്ട് ഈ ആല് നിറയെ മണി കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ ഈ കാണുന്ന ആലില്ലേ, ഇവിടെ ഇങ്ങനെ നമ്മൾ മണി കെട്ടണം. നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ 7 മാസം വന്ന് മണി കെട്ടണം. 7 മാസം വരാൻ പറ്റാത്തവർക്ക് വന്ന് ഒന്നിച്ച് ഒരു മാസം വന്ന് 7 മണി കെട്ടുകയും ചെയ്യാം. മണിയെല്ലാം കെട്ടി 7 മാസം പൂർത്തിയായി, അല്ലെങ്കിൽ 7 മണി കെട്ടി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇങ്ങനെ പൊങ്കാല ആഗ്രഹം സാധിച്ച് കഴിഞ്ഞിട്ടും വന്നിടുന്നവരുണ്ട്, സാധിക്കുന്നതിന് മുമ്പേയും വന്നിടുന്നവരുണ്ട്. ഇതാണ് ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ഈ അമ്പലത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കടലാണ്. അവിടെ കാണുന്നത് കടലാണ്. കടലിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ അമ്പലത്തിൽ ഒരു നല്ല കിണറുണ്ട് കേട്ടോ. ആ കിണറിൽ നിന്ന് ഒരു തുള്ളി പോലും ഉപ്പുരസമില്ലാത്ത നല്ല വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുനാമിയൊക്കെ അടിച്ചു കയറിയ വലിയ ചെറുതായൊരു ഏരിയ ഉണ്ട്. ആ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അമ്പലത്തിന് ഒന്നും അന്ന് പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ രാമായണ മാസം 2-ാം തീയതിയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് രാമായണം വായിക്കുന്നതാണ് നിങ്ങൾ കുറേ കേൾക്കുന്നത്. ഇതുണ്ട്, അവിടെ ആൾക്കാർ ഇന്ന് പൊങ്കാല ഇടുന്ന കണ്ടോ. അവിടെ പൊങ്കാല ഇടാനായിട്ട് അങ്ങനെ ഒരു സ്ഥലം കഴിഞ്ഞുകൊണ്ട് വെയിലത്തൊന്നും ഇരുന്ന് പൊങ്കാല ഇടണ്ട, നല്ല രീതിയിൽ. കാരണം ഇത് എല്ലാ ദിവസവും പൊങ്കാല ഉള്ളതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ല. തിരക്കുള്ള ദിവസവും കാണും. ഇന്ന് ശനിയാഴ്ച രാവിലെ നോക്കിയിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം ആൾക്കാർ പൊങ്കാല ഇടുന്നുണ്ട്. സ്വസ്ഥമായിട്ട് അവർക്ക് പൊങ്കാല ഇടാം. പിന്നെ ഇത് മണി മൊത്തം നിറഞ്ഞിരിക്കുകയും കണ്ടോ, ആലിന് നിറച്ചും മണിയാണ്. നല്ലൊരാല. അപ്പം രാമായണ മാസമായതുകൊണ്ട് രാമായണ വായന നടക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള ഒരു അമ്പലമാണിത്. 12:30 വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര